ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടനയായ അമ്മയുടെ പ്രതികരണം വൈകിട്ട് 3 മണിക്ക്. ഇത് സംബന്ധിച്ച് അമ്മ നേതൃത്വം കൂടിയാലോചന നടത്തുന്നു. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേരുകയാണ്. മുസ്തഫ, ഒടുവിൽ താരസംഘടനയായ അമ്മ പ്രതികരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും ഈ റിപ്പോർട്ട് പുറത്തു വന്ന 5 ദിവസം കഴിഞ്ഞ്. ഹരിഷ, എന്തായാലും വ്യാപകമായ വിമർശനം വിവിധ കോണുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം എന്താണെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മ ഒരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് ഇന്ന് 3 മണിയോടുകൂടി അമ്മയുടെ കലൂരിലുള്ള ഓഫീസിൽ ഈ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ ഇത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദിവസം ഇവരുടെ പ്രതികരണം ഉണ്ടാകാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു പരിസമാപ്തിയാക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇന്ന് ഉണ്ടാകും. മാത്രമല്ല, ഇപ്പൊ ജയൻ ചേർത്തല അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. എന്തായാലും വേട്ടക്കാർക്കൊപ്പം അമ്മ നിൽക്കില്ല. എന്തായാലും ഈ തെളിവ് സഹിതം പരാതി ലഭിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് തന്റെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ അമ്മയും വൈകാതെ ഒരു പ്രതികരണം ഉണ്ടാകും. അമ്മയുടെ ഭാഗത്തു നിന്ന് ചില താരസംഘടനയുടെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ട്, ഷോയുമായി ബന്ധപ്പെട്ട് നടന്ന ചില തിരക്കുകൾ കാരണമാണ് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ പോയത്. എന്തായാലും ചില കൂടിയാലോചനകൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിയാലോചനകൾ കഴിഞ്ഞ ശേഷം എന്തായാലും ഉടനെ തന്നെ വളരെ വൈകാതെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ജയൻ ചേർത്തല തന്നെ പറയുന്നു. ഒപ്പം തന്നെ അല്പസമയം മുമ്പാണ് ഈ അമ്മയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ഇന്ന് 3 മണിക്ക് കലൂരിലെ ഓഫീസിൽ വെച്ചുണ്ടാകുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അമ്മയുടെ വിവിധ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ അനൌദ്യോഗികമായ കൂടിക്കാഴ്ചകൾ പലയിടത്തായി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് എപ്പോൾ പ്രതികരണം ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, അമ്മക്കിടയിൽ തന്നെ ചില ഭിന്നതകൾ ഇത് സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ കാര്യം, ഒരു സംഘടനയുടെ വിവിധ ആളുകൾ 500ഓളം വരുന്ന അംഗങ്ങളെ മുഴുവൻ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് അമ്മയുടെ നിലപാട് ഈ നിമിഷം പോലും അമ്മയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അത്തരത്തിൽ അമ്മയുടെ നിലപാട് എന്തായെന്ന് പുറത്തു പറയാൻ കാലതാമസമെന്ന് അമ്മയുടെ ഉള്ളിൽ തന്നെ ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നതിനിടയിലാണ് ഇന്ന് ജയൻ ചേർത്തലയുടെ പ്രതികരണം കൂടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷം പിന്നീട് അമ്മയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീർപ്പായിരിക്കുന്നു. 3 മണിയോടുകൂടി കലൂരിലുള്ള അമ്മയുടെ ഓഫീസിൽ മുതിർന്ന താരസംഘടനയുടെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് സെക്രട്ടറി സിദ്ദിഖ് ഉണ്ടാകും. ഒപ്പം തന്നെ ഔദ്യോഗിക ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്ര ദിവസമായി എന്തുകൊണ്ട് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായില്ല? അതുൾപ്പെടെ അമ്മയ്ക്ക് ഇപ്പോൾ ചില അവരുടേതായ ചില തിരക്കുകൾ ആണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, അന്ന് തന്നെ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അമ്മ ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത്ര ദിവസം എടുത്ത് അമ്മ കണ്ടെത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനോട് അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം ശരി, അത് തന്നെയാണ്. താരസംഘടനയായ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാൻ തന്നെ ആണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഒരു കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകാൻ താരസംഘടനയായ അമ്മ തയ്യാറായിരുന്നില്ല. ഇന്ന് 3 മണിയോടുകൂടി അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വിവരങ്ങൾ നൽകിയത് അഹമ്മദ് മുസ്തഫയാണ്.